നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ പവർ റാങ്കിങ് നമ്മൾ പലതരത്തിൽ കണ്ടു. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രൂപത്തിലൊരു പവർ റാങ്കിങ് ട്രാൻസ്ഫർ മാർക്കറ്റ് അവതരിപ്പിക്കുന്നു. അതായത് സാധ്യതയുള്ള ടീമുകളെ 5 കാറ്റഗറി ആയി തിരിക്കുന്നു. ഫേവറിറ്റ്സ്, ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ്, ഇൻഡി മിക്സ്, ഡാർക്ക് ഹോഴ്സസ്, അലൗഡ് ടു ഡ്രീം ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ അലൗഡ് ടു ഡ്രീമിന് സാധ്യത കുറവായിരിക്കും. അതിന് മുകളിലായിരിക്കും ഡാർക്ക് ഹോഴ്സസിൻ്റെ സാധ്യത. അതിന് മുകളിലായിരിക്കും ഇൻഡി മിക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ടീമുകളുടെ സാധ്യത. അതിനേക്കാൾ കൂടുതലായിരിക്കും ടൈറ്റിൽ കണ്ടൻറ്റേഴ്സായിട്ട് അവതരിപ്പിക്കുന്ന ടീമുകളുടെ സാധ്യത. ഫേവറിറ്റ്സിനായിരിക്കും ഏറ്റവും അധികം കിരീട സാധ്യത. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഈ ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ ടീമുകൾ. അലൗഡ് ടു ഡ്രീം, സ്വപ്നം കാണാം, കിരീടം കിട്ടുമോ എന്ന് സ്വപ്നമൊക്കെ കാണാം, പക്ഷേ കിരീടത്തിലേക്ക് എത്തുമോ എന്ന് പറയാൻ പറ്റാത്ത ടീമുകൾ. അങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്ന 4 ടീമുകളാണ്. ഒന്ന് മെക്സിക്കോ, മറ്റൊന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പിന്നെ സ്വിറ്റ്സർലൻഡ്, പിന്നെ ഐവറി കോസ്റ്റ്. ഈ ടീമുകൾക്ക് സ്വപ്നമൊക്കെ കാണാം, പക്ഷേ കിരീടത്തിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അതിന് മുകളിൽ ഡാർക്ക് ഹോഴ്സസ് എന്നാണ്, കറുത്ത കുതിരകളായി എല്ലാവരെയും ഞെട്ടിക്കാൻ പോകുന്ന ടീമുകൾ. ഒന്ന് ജപ്പാൻ. ജപ്പാൻ എന്ന് ബ്രസീലിനെതിരെ ഉണ്ട്, എന്ത് പണി കൊടുക്കുന്നു കണ്ടറിയണം. പിന്നെ കൊളംബിയ നമ്മുടെ പോർച്ചുഗലിനൊക്കെ പിടിച്ച് കുലുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. then മൊറോക്കോ ബ്രസീലിനെ വലച്ച മൊറോക്കോ. പിന്നെ നോർവേ. ഈ 4 ടീമുകളാണ് കറുത്ത കുതിരകളാവും എന്ന് പറയുന്നത്. അടുത്ത ടൈറ്റിൽ കണ്ടൻറ്റേഴ്സിന് തൊട്ട് മുമ്പ് ഇൻഡി മിക്സ്, കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലുള്ളത്. ഒന്ന് പോർച്ചുഗൽ ഇപ്പോഴും സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. പോർച്ചുഗൽ ഗ്രൂപ്പ് സ്റ്റേജിലെ കളി നോക്കണ്ട, മികച്ച ടീമാണ്. മധ്യനിരയൊക്കെ ഉണ്ട്. സോ അവർക്ക് സാധ്യതയുണ്ട്. പോർച്ചുഗൽ. ബ്രസീലും അങ്ങനെ തന്നെയാണ്, ഇവോൾവ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. നമുക്കവരെ നിലവിൽ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും സാധ്യതയുണ്ട്. ദെൻ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പിൽ അത്ര മികച്ച രൂപത്തിലല്ല. കുറസാവക്കെതിരെ ഗോൾ അടിച്ചു, പക്ഷേ ബാക്കി 2 കളികളും അത്ര മികച്ചതായിരുന്നില്ല. ബട്ട് സ്റ്റിൽ സാധ്യതയുണ്ട്. നെതർലൻഡ്സ് മികച്ച പ്രകടനമാണ് ഗ്രൂപ്പ് നടത്തിയത്. അപ്പോൾ ഈ ടീമുകൾ ഇൻ ദി മിക്സ് എന്ന കാറ്റഗറിയിലാണ്. ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ 2 ടീമുകളാണുള്ളത്. ഒന്ന് ഇംഗ്ലണ്ടും മറ്റൊന്ന് സ്പെയിനും. സ്പെയിന് ഗ്രൂപ്പിൽ കേപ്പ് വെർദെയോട് അത്ര മികവ് കാണിച്ചില്ല എന്നും പറഞ്ഞിട്ട് അവരെ എഴുത്തള്ളണ്ട. ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിൽ ഗാനയോട് സമനിലയായെന്ന് പറഞ്ഞിട്ട് എഴുത്തള്ളണ്ട. ഈ ടീമുകൾക്ക് നല്ല കിരീട സാധ്യതയുണ്ട്. ഇനി ഫേവറിറ്റ്സ് ആയിട്ട് 2 ടീമുകൾ. ഒന്ന് ഫ്രാൻസ്, 2 അർജൻറ്റീന. ഒരു സംശയവും വേണ്ട. ഈ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ എല്ലാ കളികളും വിജയിച്ച 3 ടീമുകളേ ഉള്ളൂ. ഒന്ന് മെക്സിക്കോയാണ്, ബാക്കി 2 ഈ 2 ടീമുകളാണ്, ഫ്രാൻസും അർജൻറ്റീനയും. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ചവർ ഈ വേൾഡ് കപ്പിലും അതേപോലെ തന്നെ പ്രകടനം തുടരുന്നവർ. വെടിച്ചില്ല ടീമാണ് ഫ്രാൻസ്. അതേസമയം ലിയോ മെസ്സിയുടെ ചിറകിലേറി പറക്കുകയാണ് അർജൻറ്റീന. സോ ഫേവറിറ്റ്സ്, കിരീട സാധ്യതയിൽ ഫേവറിറ്റ്സ് ഫ്രാൻസും അർജൻറ്റീനയും. വളരെ പെട്ടെന്നൊന്ന് പറയാം. ഫേവറിറ്റ്സ് ഫ്രാൻസും അർജൻറ്റീനയും. ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ഇംഗ്ലണ്ടും സ്പെയിനും. ഇൻഡി മിക്സിൽ ബ്രസീലും പോർച്ചുഗലും ജർമ്മനി നെതർലൻഡ്സും. ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് നോർവേ, മൊറോക്കോ, കൊളംബിയ, ജപ്പാൻ. അലൗഡ് ടു ഡ്രീം എന്ന കാറ്റഗറിയിൽ മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സ്വിറ്റ്സർലൻഡ്, ഐവറി കോസ്റ്റ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൽ എത്താം.